أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بالله العلي العظيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോ കാണുന്നവരോട് പ്രത്യേകമായിട്ടൊരു കാര്യം ഞാൻ പറയുകയാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കുകയും ചെയ്യണമെന്ന് ആദ്യമായിട്ട് പറയുകയാണ്. കാരണം ഇത് ആദ്യമായിട്ട് പറയാനുള്ള കാരണമെന്ന് പറയുന്നത് അവസാനം വരുമ്പോൾ മറന്നുപോകുമല്ലോ എന്ന് വെച്ചുകൊണ്ടാണ് പറയുന്നത്, മറ്റൊന്നും തോന്നരുത്. എന്നാൽ ഞാൻ ഇന്നിപ്പോൾ ഈ പറയാൻ പോകുന്ന വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് പ്രധാനമായ ഒരു കാര്യമാണ്. ഇത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തും പല പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ ഒരു പ്രധാനമായൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ചെറിയ വൈരാഗ്യം ജനങ്ങളിൽ കൂടുതലും തീങ്ങി നിൽക്കുന്ന ഒരു പ്രധാനമായ ഒരു വിഷയം എന്ന് പറയുന്നത് പരസ്പര സംഭാഷണത്തിലും മറ്റ് കാര്യങ്ങളിലും കൂടി വരുമ്പോഴേ എന്തെങ്കിലും ഒരു വൈരാഗ്യം ഒരു വ്യക്തിക്കുണ്ടാകുകയും അത് മുഖാന്തരം ആ വൈരാഗ്യം വളരെ വിഷയത്തിലേക്ക് കടക്കുകയും ചെയ്യും. എന്നാൽ നേരിട്ട് പ്രതികരിക്കാനുള്ള കഴിവില്ലാതെ വരുന്ന സാഹചര്യത്തിൽ ഒരുവിധപ്പെട്ട ഭൂരിഭാഗം ആൾക്കാരും ഇന്ന് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് അറിവുള്ളവർ ഒരിക്കലും ചെയ്യത്തില്ല. ഇതിൻ്റെ അഗാധം മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു വ്യക്തി ഒരു കാലത്തും ഈ ദുഷ്കർമ്മം ചെയ്യയില്ല. എന്നാൽ ഭൂരിപക്ഷം ആൾക്കാർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് കാണാൻ കഴിയുന്ന കാര്യമാണ്, നമ്മളിന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഓടി അങ്ങോട്ട് ചെല്ലുക, ഏതെങ്കിലും ഒരു വ്യക്തിയെ വിളിക്കുക, കുറച്ച് കാശോന് കൊടുക്കുക, ഈ മനുഷ്യനെ ഒന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഷെഹറങ്ങ് ചെയ്യുക. ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിന്നെ ഞാൻ ഒന്ന് അനുസരിപ്പിക്കുമെന്നാണ് പറഞ്ഞിട്ട് പോയിട്ട് ഒരാൾ ചെയ്തത്. എൻ്റെ അനുഭവത്തിൽ പല ആളുകളുമുണ്ട്. അവരെല്ലാം അനുഭവിക്കുക തന്നെ ചെയ്ത് അവസാനം അവൻ്റെ വസ്തുക്കൾ വരെ വിറ്റ് നശിച്ച് തരിപ്പണമായപ്പോഴാണ് അയാൾക്ക് ഈ ഓർമ്മ ഉണ്ടാകുന്നതും അയാൾ പോയി അത് നോക്കുമ്പോൾ കാര്യം അത് ശരി തന്നെ. അവസാനം വന്ന് അതിൻ്റെ പ്രതിവിധി ചെയ്തപ്പോൾ അതെല്ലാം മാറിക്കഴിഞ്ഞ്. അപ്പോൾ ഈ ഷെഹർ എന്ന് പറയുന്ന ഒരു സംഗതി പല രീതിയിലാണ് പലരും ചെയ്യുന്നത്, പല സ്വഭാവത്തിലുള്ളവരുണ്ട്. ശരിയായ ഷെഹർ ചെയ്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ കൊല്ലാൻ വരെ കഴിയും, അതല്ലെങ്കിൽ നശിപ്പിക്കാൻ കഴിയും. ഇങ്ങനെ പല രീതിയിലുള്ള ഒരു വൃത്തികെട്ട ഏറ്റവും ദുഷിച്ച ഒരു ദുഷ്കർമ്മമാണ് ഈ ഷെഹർ എന്ന് പറയുന്നത്. അള്ളാഹുവെ, ഇത് ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഒരു കാലത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പുറത്തു കൊടുക്കത്തില്ല. ഇത് നരകത്തിന് അവകാശിയായിട്ട് മാറി തന്നെ ചെയ്യുന്നവർ. അതേ സമയത്ത് ഏക്കുന്നവർക്ക് താൽക്കാലികമായ ബുദ്ധിമുട്ടേ ഉള്ളൂ. അവരതിൻ്റെ പ്രതിവിധികൾ ചെയ്ത് അതിൽ നിന്ന് അവരെങ്കിൽ രക്ഷപ്പെടുകയും ചെയ്യും. പക്ഷേ ചെയ്യുന്നവനെ സംബന്ധിച്ച് അവൻ്റെ സകല ഇൽമുകളും അവൻ അന്ന് വരെ ചെയ്തിട്ടുള്ള സകല സൽക്കർമ്മങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ അത് കട്ട് ചെയ്യുകയും അവന് പുറത്തു കൊടുക്കുകയും ചെയ്യില്ല. അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് നരകം, അവന് തീർച്ചയായിട്ടും നരകം ഉറപ്പാണ് എന്നാണ് നമ്മുടെ അറിവ്. പിന്നെ അതുകൊണ്ട് ഇത് ഒരുവിധപ്പെട്ടവർ ഇത് ചെയ്യില്ല. അറിവ് ശരിക്കുള്ളവർ ഒരു കാലത്തും ഷെയർ ചെയ്യത്തില്ല. എന്നാൽ ഇത് ഷെയർ ചെയ്യുന്നില്ലേ, ഷെയർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ആരെങ്കിലും ഷെയർ ഏറ്റുകഴിഞ്ഞാൽ ഈ ഷെയർ ഒഴിപ്പിക്കുന്നതിന് പല പല മാർഗങ്ങളുമുണ്ട്. അതായത് ഷെയറുകൾ ചെയ്ത് ഭൂമിക്കടിയിൽ കുഴിച്ചിടുന്ന സംഭവങ്ങളുണ്ട്, അല്ലാത്ത രീതിയിലുള്ള സംഭവങ്ങളുണ്ട്, ഇതിനെ പല രീതിയിലുള്ളവരുണ്ട്. അത് എടുപ്പിച്ച് കളയുന്ന മാർഗങ്ങളുണ്ട്, അത് എടുപ്പിച്ച് കളയാതെ കണ്ട് തന്നെ ഷെഹറിനെ മാറ്റുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആരംഭകാലത്ത് ചെറുപ്രായത്തിൽ ഒരു സംഭവം ഉണ്ടായി. അത് അമീൻ എന്ന് പേര് കിട്ടി പ്രസക്തനായി ഇങ്ങനെ റസൂലുള്ളാ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ വളർന്നിങ്ങനെ പന്തലിച്ച് വന്നപ്പോൾ അസൂയാലുക്കൾ ഉണ്ടാകുകയും ആ മനുഷ്യന്, ആ ചെറുപ്പക്കാരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് നുത്തുവത്ത് കിട്ടിയിട്ടില്ല, പ്രവചനമായിട്ടുമില്ല. ആ കാലഘട്ടത്തിൽ ഒരു ഷെഹറിങ് ഏക്കുകയാണ്, ശുദ്രം ഏക്കുകയാണ്. അങ്ങനെ ശുദ്രം ഏറ്റു എന്നുള്ള വിവരം മറ്റൊരാൾ വേണ്ടപ്പെട്ടവരെ അറിയിക്കുകയും അതിനുശേഷം ഈ ശുദ്രം ഒഴിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ അവർ സ്വീകരിക്കുകയും അങ്ങനെ ശുദ്രം ഒഴിപ്പിച്ചിട്ട് വീണ്ടും പോയി അവർ നോക്കുമ്പോൾ വീണ്ടും പറയുന്നു, ഇത് പൂർണ്ണമായി തീർന്നിട്ടില്ല. ഈ ഷെഹർ ചെയ്ത് ഒരു പൊട്ടങ്ങളിനകത്ത് ഒരു വില്ലിനകത്ത് സ്ഥാപിച്ച് ഇതിൻ്റെ അടിഭാഗത്ത് കൊണ്ട് സ്ഥാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ജഹന്നം ഇത് എടുത്ത് കളഞ്ഞെങ്കിലേ പറ്റൂ എന്ന് ആരോ മഹാന്മാർ പറഞ്ഞു കൊടുത്ത്. അങ്ങനെ അവർ എടുത്തു കളഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് ഇത് മാറുകയും ചെയ്ത്. പക്ഷേ അന്ന് ഖുർആനൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ, അള്ളാഹുവിൻ്റെ റസൂലിന് നുബുവത്ത് കിട്ടിയിട്ടില്ല, പ്രവാചകനായിട്ടില്ല. ആ ഒരു കാലഘട്ടമാണ്. എന്നാൽ റസൂലുള്ളാഹിക്ക് പ്രവാചകത്വം കിട്ടി, റസൂൽ നബിപ്പട്ടം കിട്ടി, ഉന്നതമായ നിലയെത്തിയ ഒരു കാലത്ത് ഈ ഷെഹറിന് അള്ളാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ അതാ ഇറക്കിയിരിക്കുന്നു. പരിശുദ്ധമായ ഖുർആനിൽ കാര്യങ്ങൾ ഇറക്കിയിരിക്കുന്നു. പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിവിധി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ
ഈ ഷെഹറിനെ എടുത്ത് അപ്പോഴേ മാറ്റാൻ കഴിയും. അത് എടുത്ത് കളയാതെ കണ്ട് തന്നെ ഇത് നമുക്ക് എടുത്ത് കളയാൻ കഴിയും. അതിന് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഇത് ഷെഹറിനെ മാറ്റുന്ന ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതിൽ പല മാർഗ്ഗങ്ങളും ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഇപ്പോഴും ഞാൻ ഈ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് ഞാൻ ഇപ്പോഴീ പറയാൻ പോകുന്നത്. ഷെഹറിനെ നമുക്ക് പാടെ എടുത്തങ്ങ് മാറ്റിക്കളയാം. അതിൻ്റെ ശല്യം പിന്നെ ഉണ്ടാകത്തതേ ഇല്ല. എന്താണെന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ഖുർആനാണ് ഇറക്കിയിരിക്കുന്നത്. ആ ഖുർആനില്ല അതങ്ങോട്ട് ഓതിക്കഴിഞ്ഞാൽ ഈ ഷെഹറിനെ നമുക്ക് പമ്പ നടത്താൻ കഴിയും. അത് മറ്റൊന്നുമല്ല, ഇത് ഈ പറഞ്ഞിരിക്കുന്ന സംഗതി എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് വേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ഇതിന് പണച്ചെലവുകളൊന്നുമില്ല. നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് അങ്ങ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഇതങ്ങ് ചെയ്തു കഴിഞ്ഞാൽ ഷെയർ ഉണ്ട് എന്നുള്ള അറിവ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് വൈഷമ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ചെയ്യുന്ന പ്രസ്ഥാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, വസ്തുക്കൾ ഇങ്ങനെ വിറ്റ് നശിച്ചുകൊണ്ടിരിക്കുന്നു, വിഷമങ്ങളാണ്, ബുദ്ധിമുട്ടാണ്, പ്രയാസങ്ങളാണ് കുടുംബത്തിലേറ്റിരിക്കുന്നത്. അപ്പോൾ ഇത് ഷെയർ തന്നെ എന്ന ബോധ്യം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് മനസ്സ് ശുദ്ധിയോടുകൂടി, ഹൃദയശുദ്ധിയോടുകൂടി അള്ളാഹുവിൽ ലയിച്ചിരുന്നു കൊണ്ട് നിങ്ങൾ ചെയ്യാനുള്ള പണി എന്ന് പറയുന്നത് 1001 പ്രാവശ്യം കുൽ അഊദു റബ്ബിൽ ഫലക് എന്ന് പറയുന്നതായ ആ സൂറത്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസിൽപ്പെട്ട ഒന്നാണിത്. സൂറത്തുൽ ഇഖ്ലാസ് തന്നെ എന്തോരണം 1001 പ്രാവശ്യം നിങ്ങൾ ഇതങ്ങ് ചെല്ലണം. കുൽ അഊദു റബ്ബിൽ ഫലക് മിൻ ശർരി മാ ഹലക് എന്നുള്ള ആ സൂറത്ത് 1001 പ്രാവശ്യം നിങ്ങൾ ഒറ്റയടിക്ക് ചെല്ലാമെങ്കിൽ 2 or 3 പ്രാവശ്യമായിട്ടിരുന്ന് ഇതങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവേ ചെല്ല് ഒരു ദുആ ഉടങ്ങ് ചെയ്തേക്കണം. പടച്ച തമ്പുരാനെ, നിന്റെ സൂറത്തുൽ ഇഖ്ലാസിൽപ്പെട്ട ആ കുൽ റബ്ബിൽ ഫലക് ഞാൻ ഇതിനു വേണ്ടി ഞാൻ ഓതിയിരിക്കുന്നു റബ്ബേ. അതുകൊണ്ട് എൻ്റെ ഈ ഷർറിനെ, എൻ്റെ കുടുംബത്തെ എത്തിയിരിക്കുന്ന ഷർറായാലും എന്നിലെത്തിയിരിക്കുന്ന ഷർറായാലും ഈ ഷർറിനെ അള്ളാഹുവേ നീ മാറ്റിത്തരണേ തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ദുആ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ദുആ ചെയ്യുമ്പോൾ അൽഹംദ് ചേർത്ത് വേണം ദുആ ചെയ്യേണ്ടത്. അൽഹംദ് ചേർത്ത് ചെയ്യുന്ന ദുആ സ്വീകാര്യം. അത് അവസാനം അൽഹംദിൽ അവസാനിപ്പിക്കുകയും ചെയ്യും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്നും പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ട് അവസാനം വരുമ്പോഴേ അൽഹംദിൽ കൂടി ചെന്ന് അങ്ങ് അവസാനിപ്പിക്കുകയും ചെയ്യണം. ഇത് നിർബന്ധമായ കാര്യമാണ്. ഇത് നമ്മൾ ചെയ്യുകയും വേണം. അപ്പോൾ ഇത് ചെയ്ത് അങ്ങ് ദുആ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് ഒരു യാസീൻ, ബഹുമാനപ്പെട്ട അസ്ഹാബുൽ ബദരീങ്ങളുടെ പേരിലേക്ക് ഒരു യാസീനും കൂടി നമ്മളങ്ങ് ഓതിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഷഹറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിച്ചു മാറ്റുകയും ആ ഭാഗത്തെങ്ങും പിന്നെ ശൈത്താൻ അവിടെ വരികയും ചെയ്യില്ല. അപ്പോഴേ ഇതിനെ നീക്കം ചെയ്യുകയാണ്. മാത്രമല്ല അതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് എല്ലാവിധ ആരോഗ്യങ്ങളും എല്ലാവിധ ഗുണങ്ങളും എല്ലാവിധ ശക്തികളും എല്ലാവിധ സമ്പൽ സമൃദ്ധമായ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് അങ്ങ് സംജാതമാവുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിന് ബർക്കത്തും ഐശ്വര്യവും എല്ലാവിധ ഗുണവും എന്തൊക്കെയോ ഒരു മാറ്റം സംഭവിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നുകയും ചെയ്യും. പക്ഷേ ഈ ചെയ്യുന്ന പ്രവൃത്തികൾ ആത്മാർത്ഥമായി സന്തോഷപരമായിട്ട് അള്ളാഹുവിനെ ലയിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ വേണോ വേണ്ടേ എന്ന് പറഞ്ഞ് ചെയ്യരുത്. ഇതങ്ങ് ചെയ്താൽ മതി. ഇതിൽ വലുത് എന്താണ് ഇരിക്കുന്നത്, ഇതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കിയാൽ ഇത് ഭയങ്കരമായി ഗാംഭീര്യമുള്ള അർത്ഥങ്ങളല്ലേ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. കുല്ലത് റബ്ബിൽ ഫലക് എന്താ മോശമാണോ? പരിശുദ്ധമായ ഖുർആനാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് ചെല്ലിയാൽ ഈ ഷഹറിൽ നിന്നും അങ്ങ് രക്ഷപ്പെടാൻ കഴിയും. പിന്നെ അതിൽ യാതൊരു സംശയങ്ങളുമില്ല. അങ്ങനെ ഒരുപാട് പേര് ചെയ്ത് അത് രക്ഷപ്പെട്ടവർ പലരും നമ്മളെ അറിയിച്ചിട്ടുണ്ട്, നമ്മളിവിടെ അറിഞ്ഞിട്ടുമുണ്ട്. ഇത് അല്ലാത്ത രീതിയിലുള്ള അറിവുകളും എനിക്കുണ്ട്. അതുകൊണ്ട് ഈ കുൽ അഊദു റബ്ബിൽ ഫലക് എന്ന് പറയുന്ന സൂറത്ത് നിങ്ങൾ ഈ പറഞ്ഞ ഇത്രയും പ്രാവശ്യം 2 or 3 തവണയായിട്ട് ഇത് ഓതണം എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. എല്ലാം കൊണ്ട് നല്ലതല്ല. പിന്നെ ഞാൻ ഇതിനകത്ത് ഇനി ഒന്ന് പറയാനുള്ളത്, പടച്ച തമ്പുരാനെ ഇത് ചെയ്യുന്നവർക്കും ഓതുന്നവർക്കും ഇത് കാണുന്നവർക്കും അള്ളാഹുവേ നീ തക്കതായ പ്രതിഫലം നീ റബ്ബേ നീ കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഞാൻ ഈ പറയുന്നതിന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ പടച്ച തമ്പുരാനെ നീ എനിക്ക് പുറത്തു തരണേ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആരും വലിയവരായിട്ട് ആരും ഇവിടെ ഇല്ലല്ലോ. നമ്മളെല്ലാം പറയുമ്പോഴും കേൾക്കുമ്പോഴും ചില തെറ്റുഭാഗങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ വരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ദുആ ചെയ്തത്. മറ്റൊന്നും ധരിക്കരുത്. തൽക്കാലം ഞാനിപ്പോൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.